കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഐസക് എന്നോട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഉദ്ധരിക്കരുതെന്ന് പറയും, ഇത് പറയരുതെന്ന്. ഞാൻ പറയും, നേരിട്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ രഹസ്യമായ ചർച്ച പുറത്തു പറയുന്നത് ശരിയല്ലോ, അതുകൊണ്ട് ബാക്കി വിഷയം ഞാൻ പറയുന്നില്ല. ഐസക് ഒരിക്കലും ഒരു പാർലമെന്റിൽ നിൽക്കാൻ യോഗ്യനല്ല എന്ന അഭിപ്രായക്കാരനാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ഒരു അവകാശവും ഇല്ല. ഈ സ്വപ്ന ഇദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങയുടെ അല്ലേ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ളത്? അവരെഴുതി തരിക ചെയ്ത്, ഞാൻ പോലീസിന് കൊടുത്തല്ലോ, അവരെഴുതി തന്നാണ്. ഐസക് മൂന്നാറിലേക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ സീമയുടെ വീട്ടിൽ ഒരു റൂം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ക്രൈമാണ് മുമ്പ് പുറത്തു വിട്ടത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ക്രൈമ പുറത്തൊരു വലിയ വാർത്തയായിരുന്നു. അവിടുത്തെ ആ പെങ്കൊച്ചുങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, അവിടെയാണ് ഐസക് സ്ഥിരം ഇരിക്കുന്നത് എന്നൊക്കെ പറയുക. സംഭവിച്ചത് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട് ഐസക്കിനെ, ധനകാര്യമന്ത്രിയായിരുന്നപ്പോ. EMS മകൻ മരിച്ചപ്പം രാത്രി ഐസക്കിനെ മാത്രം കാണുന്നില്ല ഹോസ്പിറ്റലിൽ പോവാൻ. അവസാനം EK നായർ പറഞ്ഞത് സീമയുടെ വീട്ടിലൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം അറിയായിരുന്നു. നമസ്കാരം. തോമസ് ഐസക് പെണ്ണ് പിടിയനാണ് എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ്. മുമ്പ് അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ ഇരിക്കുമ്പോൾ സീമയുടെ വീട്ടിൽ താമസിച്ച കാര്യവും അതേപോലെ കുറേ പെൺകുട്ടികളെ മാത്രം അവിടെ നിർത്തിയ കാര്യവും അവിടെ പുരുഷനായിട്ട് തോമസ് ഐസക് ഇരുന്ന കാര്യവും ഒറ്റയ്ക്ക് പുരുഷനായിട്ട് തോമസ് ഐസക് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാര്യവും എല്ലാം തന്നെ എനിക്കറിയാം. പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. പറയാത്തതിന് കാരണം വ്യക്തിപരമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് കൊണ്ടാണ്. സ്വപ്ന സുരേഷ് മൂന്നാറിലേക്ക് ക്ഷണിച്ച് തോമസ് ഐസക് മൂന്നാറിലേക്ക് സ്വപ്നയെ വിളിച്ചതും അതുവഴി ഉണ്ടായുള്ള കോലാഹലങ്ങളും അതിലപ്പുറവും എനിക്കറിയാം. ഞാനിപ്പോൾ അതൊന്നും പറയാത്തതിന് കാരണം വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ പറയണ്ട എന്ന് വെച്ചതുകൊണ്ട് മാത്രമല്ല. തോമസ് ഐസക് ഈ അടുത്ത ദിവസം വന്ന് എൻ്റെ കാല് പിടിച്ചിരുന്നു, ദയവായി PC ജോർജ് ഇതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല അദ്ദേഹം ഈ അടുത്ത ദിവസം PC ജോർജ് പറഞ്ഞിരുന്നു, തെരുവിൽ വെച്ച് ജനങ്ങൾ കൈകാര്യം ചെയ്യും, ജനങ്ങൾ കയറി അടിക്കും തോമസ് ഐസക്കിനെ. 4.5 ലക്ഷം കോടി രൂപ കേരളത്തിന് കടം വരുത്തി വെച്ച മഹാനാണ് നമ്മുടെ തോമസ് ഐസക്. ആ തോമസ് ഐസക് പത്തനംതിട്ട ജില്ലയുമായിട്ട് എന്താണ് ബന്ധം? പത്തനംതിട്ട ജില്ലയിൽ വന്നാൽ ജനങ്ങൾ, ഇവിടുത്തെ CPM അണികൾ തന്നെ അദ്ദേഹത്തെ വോട്ടിക്കും. ഇവിടെ നിന്നാൽ എന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ തോമസ് ഐസക്കിനെ ഇവിടെ നിന്ന് ഞാൻ തോൽപ്പിച്ചു വിടും. തോമസ് ഐസക് 3-ാം സ്ഥാനത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തോമസ് ഐസക് കണ്ടം വഴി ഓടും. ഇവിടുത്തെ CPM അണികൾ തന്നെ അതിന് മുൻകൈ എടുക്കും. അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് PC ജോർജ് ഇന്ന് ക്രൈമിനോട് വെളിപ്പെടുത്തിയത്. അതായത് PC ജോർജ് തോമസ് ഐസക് നടത്തിയിട്ടുള്ള കേരളത്തെ മുച്ചോട് നശിപ്പിച്ചുകൊണ്ട് 4.5 ലക്ഷം കോടി രൂപ കടത്തിലേക്ക് കടത്തിവിട്ടിട്ടുള്ള തോമസ് ഐസക് പത്തനംതിട്ട സ്ഥാനാർത്ഥിയായതിനെ 100% എതിർത്തുകൊണ്ടും അതായത് അദ്ദേഹം ചെയ്തിട്ടുള്ള ജനങ്ങളോട് ചെയ്തിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ച് കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ടും ആണ് ഇന്ന് എനിക്ക് തന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങൾ വിശദമായി തന്നെ ഞാൻ പുറത്തുവിടുന്നു. അതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുമുണ്ട്. അതായത് തോമസ് ഐസക് ഒരു ബുദ്ധിജീവിയുമല്ല, തട്ടിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ, പെൺപിടിയൻ എന്ന് പറഞ്ഞാൽ അത് 100% സത്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും അധികം വാർത്തകൾ പ്രസിദ്ധീകരിച്ചുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം അമേരിക്കൻ ചാരനാണ്, വിദേശ ചാരനാണെന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളാണ് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ അനധികൃത സമ്പാദ്യത്തെക്കുറിച്ച് ഞാൻ പരാതി കൊടുത്തപ്പോൾ, കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയെക്കുറിച്ച് പരാതി കൊടുത്തപ്പോൾ തോമസ് ഐസക്കിൻ്റെ 18 കോടി രൂപ വിദേശത്ത് നിന്ന് കൈപ്പറ്റിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ ആ പരാതിയിൽ രേഖാമൂലം ഹാജരാക്കിയിരുന്നു. ഇതേപോലെയാണ് MA ബേബിയും ഇതേപോലെ പണമുണ്ടാക്കിയ സ്വരലയ വഴി തട്ടിപ്പ് നടത്തി കോടികൾ ഉണ്ടാക്കിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹർജി കൊടുത്തത്. അത് തള്ളാനിടയായ സാഹചര്യങ്ങൾ ഞാൻ അടുത്ത് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഞാൻ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. തോമസ് ഐസക് പെരുങ്കള്ളനാണ്, തട്ടിപ്പുകാരനാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകനാണ്. അദ്ദേഹത്തെ പിണറായി വിജയൻ മാറ്റി നിർത്തിയത് പിണറായി വിജയനെ വെട്ടി അദ്ദേഹം മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള പേടിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കേരളത്തെ പിണറായി വിജയനെ അടക്കം വലയിൽ വീഴ്ത്തി മുച്ചോടും മാർക്സിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കുന്നതിന് മുൻകൈ എടുത്തുള്ള നേതാവാണ് ഈ പറയുന്ന തോമസ് ഐസക്. മുമ്പ് ശോഭ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ
അതായത് TN സീമയുടെ സഹോദരൻ്റെ ഭാര്യ ആയ ശോഭ എന്ന ഒരു കഥാപാത്രത്തെ മായിട്ടുള്ള ബന്ധങ്ങളും അതുവഴി റിച്ചാർഡ് ഫ്രാങ്കിക്ക് ശോഭയെ എത്തിച്ചു കൊടുത്തമടക്കമുള്ള കാര്യങ്ങൾ ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെതിരെ ഇന്ന് വരെ ഒരു ലീഗൽ നോട്ടീസ് പോലും വെല്ലുവിളിച്ചിട്ട് പോലും നോട്ടീസ് അയക്കാത്ത ആളാണ് തോമസ് ഐസക്. ആ തോമസ് ഐസക്കിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ നമുക്ക് കാര്യങ്ങൾ തുടർന്നിട്ട് പ്രസിദ്ധീകരിക്കാം. ഇതൊക്കെ അച്ചടിച്ചുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. 2005 ഫെബ്രുവരി മാസത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചുള്ള കാര്യങ്ങളാണ്. ഇന്നേ വരെ നോട്ടീസ് പോലും അദ്ദേഹം അയച്ചിട്ടില്ല. കാരണം അതെല്ലാം സത്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് നാലാം ലോകവാദ സിദ്ധാന്തം കൊണ്ടുവന്ന് ഏത് പെൺകുട്ടിക്കും ബാഹ്യ ലൈംഗിക ബന്ധങ്ങളാവാമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് തോമസ് ഐസക്, MA ബേബിയും പരമേശ്വരനും. ആ 3 മഹാന്മാരാണ് പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരുന്നത്. അതിനെതിരെ ശക്തമായി പോരാടിയിട്ടുള്ളത് VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദനെ പോരാട്ടം കൊണ്ടാണ് ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് VS അച്യുതാനന്ദനെ ഓർത്തിട്ടെങ്കിലും ഈ മഹാനെ പത്തനംതിട്ടയിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന് ഓരോ പാർട്ടി പ്രവർത്തകരും പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. എന്തായാലും PC ജോർജ് പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ മാത്രമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. തോമസ് ഐസക് എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്ഥാനാർത്ഥിയാകാൻ പോലും, പത്തനംതിട്ടയിൽ ഒരു സ്ഥാനാർത്ഥിയാകാൻ പോലും യോഗ്യനല്ല. ഈ രാഷ്ട്രീയം നോക്കിയാൽ ഇടതുപക്ഷമാണെങ്കിൽ 3-ാം സ്ഥാനത്ത് പോകും അവിടെ. മനസ്സിലായില്ലേ? കഴിഞ്ഞാണ് തോറ്റു എന്ന് മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിലാണ് UDF ഇവിടെ ജയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട നിയോജകമുണ്ടായി ഇയാൾക്ക് ഒരു ബന്ധവും. അയാള് ആലപ്പുഴക്കാരന്. രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ CPM എന്ന് പറയാം. ബാക്കി എന്താ ബന്ധം? അതായത് പിണറായി വിജയൻ തന്റെ നേരെ വരാൻ പോകുന്ന തന്റെ മരുമകൻ, തന്റെ മകളെ കെട്ടിയതിനെതിരായിട്ട് വരാൻ സാധ്യതയുള്ള ആളുകളെ കൊല്ലാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിന്റെ പേരിലാണല്ലോ നമ്മുടെ ടീച്ചറൊക്കെ സ്ഥാനാർത്ഥിയായി, രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി. അതുപോലെ ഐസക്കിനെ കൊണ്ടിട്ടിരിക്കുക തോക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? ഇവിടെ സമുദായ പ്രാതിനിധ്യം പറയും. ഇവിടെ ക്രിസ്ത്യാനിക്ക് വോട്ടുണ്ടെങ്കിലും ഐസക്കിന്റെ സമുദായത്തിന് ഇവിടെ ഓരോ വോട്ടില്ല. ഐസക്കിന് പോലും വോട്ടില്ലല്ലോ, സ്വന്തം വോട്ടില്ലല്ലോ. സ്വന്തം വോട്ട് ആലപ്പുഴയാണ് കിടക്കുന്നത്. അതായത് പത്തനംതിട്ട ജില്ലയിൽ ഒരു ലാറ്റിൻ കാത്തലിക്കും ഇല്ല. ലാറ്റിനാണ് ഇങ്ങനെ മത്സ്യത്തൊഴിലാളി. ലാറ്റിൻ കത്തലിക് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സഭയാണ്, ലാറ്റിനാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ ആരും ഇല്ല അതിന്. ഇവിടെ പെന്റിക്കോസ്റ്റ് മതവിഭാഗമാണ് ക്രൈസ്തവരുടെ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ ഓർത്തഡോക്സ് ഉണ്ട്, മർത്തോമ സഭയുണ്ട്, മനസ്സിലായി, CSI ഉണ്ട്, അങ്ങനെ ഉണ്ട്. അല്ലാതെ ഒറ്റ ലാറ്റിൻകാരനും ഇവിടെ ഇല്ല. പിന്നെ ഏത് മാനദണ്ഡത്തെ അയാൾ ജയിക്കുന്ന ഞാൻ തോക്കുന്നു അയക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഐസക്കിന്റെ കുഴപ്പം എന്താ പറയാം, മനസ്സിലാക്കിക്കോണം. 4.5 ലക്ഷം കോടി രൂപ കടത്തിലാണ് ഈ കേരളം. ആരാ അതിന് ഉത്തരവാദി? കിബി എന്ന് പറയുന്ന കൊള്ള കച്ചവടം ഉണ്ടാക്കിയതാണ് ഐസക്. ധനകാര്യമന്ത്രി ഇരുന്നുകൊണ്ടാണ് കിബി കച്ചവടം നടത്തിയത്. ഏറ്റവും വലിയ കൊള്ളയല്ലേ? കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പട്ടിണിയിലാക്കാൻ പോവില്ലേ അയാള്? ആയുടെ എന്താ വെച്ചാൽ പത്തനംതിട്ട ഒന്ന് വോട്ട് മേടിക്കാൻ വന്നിരിക്കുന്നു വെച്ചാൽ PC കുറ്റം പറയാ. എന്നെ കുറ്റം പറയാൻ കാര്യം എന്താ? നിയമസഭ വെച്ച് അയാളെ കിബിക്കും അയാളെ കൊള്ളയ്ക്കും എതിരെ ഏറ്റവും അധികം രൂക്ഷമായിട്ട് വിമർശിച്ചത് ഞാനാ. നിയമസഭ റെക്കോർഡ് നോക്കിയാൽ അറിയാം. അയാളെ ഈ കിബി കള്ളക്കച്ചവടമാണെന്നും ഇത് അമിതമായ പലിശയോടുകൂടി കേരളത്തിലെ ജനങ്ങളെ കടക്കണിയിലാക്കുകയാണെന്നും ഇത് സാധ്യമല്ലെന്നും പറഞ്ഞ് നിയമസഭ ഏറ്റ വ്യക്തിയാണ് ഞാൻ. ഞാനൊരു ഒറ്റയാനായി പോയതുകൊണ്ട് വലിയ ബഹളം ഉണ്ടായി. പക്ഷെ വേറൊരു കാര്യം, ഐസക്കും ഞാനും കൂടെ തർക്കം മൂത്തല്ലോ. സ്പീക്കർ രണ്ടുപേരും ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞു. രണ്ടുപേരും ഞാനും പറഞ്ഞു, ഐസക്കും പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞപ്പോ ഐസക്ക് പറഞ്ഞ് എങ്ങനെ അവസാനിപ്പിച്ചേ? PC അഭിപ്രായത്തിൽ നിൽക്കട്ടെ, ഞാൻ എന്റെ അഭിപ്രായത്തിൽ നിൽക്കുന്നു, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് പറഞ്ഞ് ചർച്ച നോട് രക്ഷയോടെ ചെയ്ത് ഐസക്ക് അന്ന് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോ. ആ ഐസക്ക് ഇവിടെ വന്ന് എന്നെ മരപിടിപ്പിക്കാൻ പറഞ്ഞത്. അതെ, പൂഞ്ഞാറ്. ഞാൻ പത്തനംതിട്ട നിയോജകമണ്ഡലത്തിൽ ജനിച്ചു വളർന്ന പൊതുപ്രവർത്തകനാണ്. മനസ്സിലായില്ലേ? 7 പ്രാവശ്യം MLA ആയിരുന്നയാളാ ഞാൻ. അങ്ങനെ ഐസക്ക് പറയുന്നത് ചെറുതായിട്ടൊന്നും ഐസക്ക് കാണണ്ട. ഞാൻ നിൽക്കുമോ ഇല്ലയോ എന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല എന്നെന്തോ പറയാം. കാരണം പാർട്ടിയാ പറയേണ്ടത്. ഞാൻ BJPയുടെ മെമ്പറാണ്. BJPയുടെ ദേശീയ നേതൃത്വം എന്നോട് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കും. നിൽക്കുന്നത് മാത്രമല്ല, പത്തനംതിട്ട ജനങ്ങൾ എന്നെ ജയിപ്പിക്കുമെന്ന് എനിക്ക് ഒരു സംശയവും ഇല്ല. 100% ഞാൻ ജയിക്കുന്ന ബോധ്യം എനിക്കുണ്ട്. ആ സംശയമില്ല. അത് BJPയുടെ നേതൃത്വം തീരുമാനിച്ചാലേ ഞാൻ നിൽക്കുന്നുള്ളൂ, അല്ലെ നിൽക്കുന്നില്ല. ഐസക് നല്ലതാണ്, ഐസക് ഓർത്തോട്ടെ. പക്ഷെ ഐസക്കിനെ 3-ാം സ്ഥാനത്തേക്ക് വിടും ഞാൻ ധൈര്യമായിട്ട്. ഞാനാണെങ്കിൽ എഴുതി കിട്ടും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് തെരുവിൽ നേരിടും ജനങ്ങൾ എന്ന് അങ്ങ് പറഞ്ഞതൊക്കെ പുച്ഛിച്ചു തള്ളുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. എന്താണ് പറയാ? അങ്ങനെ പുച്ഛിച്ച വേറെ ഒന്നും ഇല്ല. മറുപടി ഉണ്ടാകാനായിക്കില്ല.
അപ്പൊ പുച്ഛിതാണെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടാമല്ലോ. അങ്ങ് പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ നേരിടും. കാരണം 4.5 കോടി രൂപ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച മഹാനാണ് തോമസ് ഐസക് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. നന്ദകുമാറെ, ഉം, നന്ദകുമാർ കാശ് അടയ്ക്കണം, മനസ്സിലായോ? നന്ദകുമാർ വല്ലതും സർക്കാരിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉം, ഉം, ഞാൻ വല്ലതും മേടിച്ചിട്ടുണ്ടോ? പത്തനംതിട്ടയിലെ വോട്ടർമാർ ആരെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ? ഉം, എല്ലാ വോട്ടർമാരും ഇത്ര ലക്ഷം രൂപ കടത്തിലാ നിൽക്കുന്നേ. ഉം, ഉം. ആരായി കടം മേടിച്ച്? ഐസക് കടം മേടിച്ചത് നമ്മൾ എന്നാ ചെയ്യും? അയാളെ പറഞ്ഞ് ആ റോഡ് ഉണ്ടാക്കി ഈ റോഡ് ഉണ്ടാക്കിയെന്ന്. ആ റോഡ് ഈ റോഡ് ഉണ്ടാക്കിയാൽ ഈ കടം തീരുവോ? ഈ പലിശ ആര് കൊടുക്കും? കേരളത്തിന്റെ വരുമാനത്തിന്റെ 83% പലിശ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഗതിയിലേക്ക് കേരളത്തെ മാറ്റിയത് ആരാ? ഐസക് അല്ലേ? ഐസക് നേതൃത്വമല്ലേ നടന്നത്? എന്നിട്ട് അയാള് മാന്യത നടന്നത് ക്ഷമയണ്ട. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വരും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്ന ഐസക് എന്നോട് പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഉദ്ധരിക്കരുതെന്ന് പറയും, ഇത് പറയരുതെന്ന്. ഞാൻ പറയും നേരിട്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ രഹസ്യമായ ചർച്ച പുറത്തു പറയുന്നത് ശരിയല്ലോ, അതുകൊണ്ട് ബാക്കി വിഷയം ഞാൻ പറയുന്നില്ല. ഐസക് ഒരിക്കലും ഒരു പാർലമെന്റിൽ നിൽക്കാൻ യോഗ്യനല്ല എന്ന അഭിപ്രായക്കാരനാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ഒരു അവകാശവും ഇല്ല. ഈ സ്വപ്ന ഇദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങയുടെ അല്ലേ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ളത്? അവരെഴുതി തരിക ചെയ്ത്, ഞാൻ പോലീസിന് കൊടുത്തല്ലോ. അവരെഴുതി തന്നാണ്. ഐസക് മൂന്നാറിലേക്ക് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഉണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ സീമയുടെ വീട്ടിൽ ഒരു റൂം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ക്രൈമാണ് മുമ്പ് പുറത്തു വിട്ടത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ക്രൈമ പുറത്തൊരു വലിയ വാർത്തയായിരുന്നു. അവിടുത്തെ ആ പെങ്കൊച്ചുങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, അവിടെയാണ് ഐസക് സ്ഥിരം ഇരിക്കുന്നത് എന്നൊക്കെ പറയും. സംഭവിച്ചത് ഞാൻ അവിടെ പോയി കണ്ടിട്ടുണ്ട് ഐസക്കിനെ, ധനകാര്യമന്ത്രിയായിരുന്നപ്പോ. EMS മകൻ മരിച്ചപ്പം രാത്രി ഐസക്കിനെ മാത്രം കാണുന്നില്ല ഹോസ്പിറ്റലിൽ പോവാൻ. അവസാനം EK നായനാർ പറഞ്ഞത് സീമയുടെ വീട്ടിലൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം അറിയായിരുന്നു. അവിടെ പ്ലാനിംഗ് ബോർഡ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക റൂം തന്നെ അറേഞ്ച് ചെയ്തിരുന്നത് അദ്ദേഹത്തിനാണ്. അതെ, പ്ലാനിംഗ് ബോർഡിന് അവിടെ എവിടെ പ്ലാനിംഗ് ബോർഡിന്റെ ഒരു ചെറിയ ഓഫീസാ. അതിന് അവിടെ രസം എന്താന്ന് വെച്ചാൽ അവിടെ ഈ പെൺകുട്ടികളല്ലാതെ വേറെ ആരും ഇല്ല. ആകെ ഒരാണെന്ന് പറഞ്ഞ ഐസക്ക എപ്പോഴും. ഞാൻ അവിടെ പോയി ഐസക്കിനെ കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഞാൻ തമാശ, ഇത് നല്ല സുഖമാണല്ലോ ഐസക്ക്, നീ അത് പറയട്ടാ പോകുന്നത്. എന്നിട്ട് ഐസക്കിന്റെ ഒരു സ്വഭാവമാണ് അത് വ്യക്തിപരമാണ്, നമ്മളതിൽ ഇടപെടേണ്ടത്. അല്ല അതെ, സ്വപ്ന പരസ്യമായിട്ടാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതെ 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 അതെ. അപ്പം ഐസക് വന്നാൽ 3-ാം സ്ഥാനത്തായിരിക്കും എന്നാണ് അങ്ങ് പറയുന്നത്. എന്റെ അഭിപ്രായം അതാണ്, 3-ാം സ്ഥാനത്ത് പോകും. ഓക്കെ, താങ്ക് യു.